ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വെറൈറ്റി ആയ ഒരു കോഫിയും ഒരു എനർജി ഡ്രിങ്കുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബൂസ്റ്റും ബോൺവിറ്റായും ഒക്കെ പോലെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ചക്കക്കുരു കൊണ്ട് ബൂസ്റ്റ് പോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് തയ്യാറാക്കി എൻ്റെ അമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. പ്രായമുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ അമ്മ ഓക്കെ പറഞ്ഞാൽ അത് ഡബിൾ ഓക്കെയാണ്. കാരണം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആളാണ്. നല്ലതല്ലേ? രുചിയൊന്നും ഇല്ലല്ലോ. ഇല്ല, നല്ല രുചിയുണ്ടല്ലേ? നല്ല രുചിയാണ്. എങ്ങനെയുണ്ട്? അറിയില്ല, നല്ലതാ അല്ലേ? നല്ല രുചിയാണ്. അപ്പം നന്നായി ഉണങ്ങിയ ചക്കക്കുരു എടുത്ത് അതിൻ്റെ കരിന്തൊലി ഒന്ന് കളഞ്ഞ്, ഈ റെഡ് തൊലി കളയണ്ട, കാരണം ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഈ റെഡ് തൊലിക്ക്. ഞാൻ ചെറിയ പീസസായിട്ട് ഇത് സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തു. നല്ല വെയിലുണ്ടെങ്കിൽ 4-5 ദിവസം നല്ല വെയിലിൽ ഉണങ്ങിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ച് തന്നെ ഇത് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഞാൻ ഓവനിൽ വെച്ച് ആദ്യം ഒന്ന് 10 മിനിറ്റ് ഗ്രില്ല് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കോമ്പിനേഷൻ മോഡിൽ 10 മിനിറ്റ് കൂടെ വെച്ചപ്പോഴത്തേക്ക് അകവും പുറവും ഒരുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടി, നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒട്ടും എണ്ണമയം ഇല്ലാത്ത ഒരു പാനിൽ, ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്താൽ കൂടുതൽ നന്നായിരിക്കും. അതിലേക്ക് നമുക്ക് ഈ ചക്കക്കുരു, ഉണങ്ങിയ ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് തുടരെ ഇളക്കണം. ഒരുപാട് കരിഞ്ഞു പോകാതെ ഒരുവിധം നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് നന്നായി ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു നല്ലൊരു മണം വരും, കിലുകിലാന്നുള്ളൊരു സൗണ്ട് വരും, ഒരു ഹോളോ സൗണ്ട് വരും. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പോൾ കളറ് മാറി വരുന്നുണ്ട്, ഒരു ബ്രൗൺ നിറമായി. കുറച്ചുകൂടി ഒരു ബ്രൗൺ നിറമാകണം, കരിഞ്ഞു പോകാതെ ഒരുവിധം നല്ലൊരു ബ്രൗൺ കളറിൽ നമുക്കിത്, ഒരു മീഡിയം ബ്രൗൺ കളറിൽ നല്ലൊരു ഹോളോ സൗണ്ട് വരുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് കുറച്ച് സമയം കൂടി ആ ചൂടിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ തീരെ ചെറിയ പൊടിയും ഇതിൻ്റെ തൊലിയുടെ ചെറിയ പീസസൊക്കെ ഒന്ന് കരിഞ്ഞത് ഉണ്ട്. അത് നമുക്കൊരു ഇതുപോലെ ഹോൾസ് ഉള്ളൊരു പാത്രത്തിലേക്കിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയ പീസസും ആ കരിഞ്ഞ പാർട്സൊക്കെ അങ്ങ് പോയി കിട്ടും. ഇത് കണ്ടില്ലേ, അരിച്ചെടുത്തപ്പം ഇത്രയും ബ്ലാക്ക് പീസസൊക്കെ കിട്ടി. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കോഫി പൗഡറിനുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായി ഉണങ്ങിയ മിക്സിയുടെ ചെറിയ ബൗളിൽ, നന്നായി ഉണങ്ങിയ ബൗളിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും. ഇത് നന്നായി ഉണങ്ങിയ ബൗളിൽ നമുക്ക് സൂക്ഷിക്കാം. യാതൊരു രുചി വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി അതേ ബൗളിൽ തന്നെ നമുക്ക് എനർജി ഡ്രിങ്കിനുള്ള പൗഡർ തയ്യാറാക്കാം. ബാക്കി ഇരിക്കുന്ന മുഴുവൻ സീഡ്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്കൊരു 2-4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറും അതുപോലെ തന്നെ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാനില ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്
നല്ല ഉണങ്ങിയ ഗ്ലാസ് ജാറിൽ നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ ഇത് ബൂസ്റ്റോ ബോൺവിറ്റ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിൻ്റെ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഈ പൗഡർ കൊണ്ട് നമുക്ക് കേക്ക് മിക്സിൽ ചേർക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.